നമസ്കാരം. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ അഴിമതിയിൽ പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ പുറത്തുവന്നതോടെ കടുത്ത അതൃപ്തിയിലായ ഓഡിറ്റർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി കണക്കുകൾ വെള്ളപൂശാൻ സജീവമായ ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് നടക്കുന്നത്. കണക്കുകൾ വെച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഓഡിറ്റർ ഉറപ്പിച്ചു പറയുമ്പോൾ പിശകുകൾ ഊരാളുങ്കലിന് കീഴിലെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റേതാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനാണ് സർക്കാരിന്റെയും ബോർഡിന്റെയും നീക്കം. ടെൻഡറില്ലാതെ 10% അധിക തുകയ്ക്കാണ് ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്ക് കരാർ നൽകിയത്. 1.5 മണിക്കൂർ പരിപാടിക്ക് 8 ലക്ഷം രൂപ നൽകിയതിലെ അസ്വാഭാവികത ഓഡിറ്റർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പേര് മാറിപ്പോയെന്ന വിചിത്രവാദവുമായാണ് ബോർഡ് രംഗത്തെത്തിയത്. നന്ദഗോവിന്ദം ഭജൻസിന് പകരം ഇഷാൻ ദേവിനാണ് പണം നൽകിയതത്രേ. GST ബില്ലുകൾ പോലുമില്ലാത്ത ഇടപാടുകൾ വഴി ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും ശരിവെക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയതിനെ ഗസ്റ്റ് ഹൌസ് നവീകരണത്തിന്റെ മറവിൽ ന്യായീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇതിലും ദുരൂഹമാണ് 50 ലക്ഷം രൂപയുടെ ഉപഹാര കിറ്റ് വിതരണം. വെറും 500-ൽ താഴെ ആളുകൾ മാത്രം പങ്കെടുത്ത പരിപാടിയിൽ 5000 പേർക്ക് കിറ്റ് നൽകിയെന്ന് കണക്കെഴുതിയത് വൻ കൊള്ളയാണ്. സൗജന്യമായി ലഭിച്ച അരവണയും അപ്പവും കിറ്റിൽ വെച്ച് ഓരോന്നിനും 1000 രൂപയോളം ഈടാക്കി ഭക്തരുടെ പണം നേതാക്കളുടെ ബിനാമികൾ തട്ടിയെടുത്തു. ബാക്കി വന്ന കിറ്റുകൾ തമിഴ്നാട്ടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയെന്ന ആക്ഷേപം അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. ശബരിമലയിലെ ഓരോ ചില്ലിക്കാശിലും ഓടിച്ചു വേണമെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി എന്തു പറഞ്ഞും ന്യായീകരിക്കാൻ സാധിക്കില്ല. സ്പോൺസർഷിപ്പ് തുകയായ 2 കോടി രൂപയുടെ കണക്കുകൾ പോലും അവ്യക്തമാണ്. കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള ധൃതിയിലാണ് പിശകുകൾ ഉണ്ടായതെന്ന ബോർഡിന്റെ കുറ്റസമ്മതം അഴിമതി മറയ്ക്കാനുള്ള തന്ത്രം മാത്രമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നാൽ ഊരാളുങ്കലും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതിക്കൂട്ടിലാകും. വിജിലൻസ് കേസ് ഒഴിവാക്കാനാണ് നീക്കം. ഇതിനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും ഓഡിറ്റ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളും സർക്കാരിനും CPM-നും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിച്ചു നിൽക്കുന്നതിനിടെ പുതിയ വിവാദമുയർന്നത് വൻ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജാഗ്രതക്കുറവാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായതെന്നും സർക്കാർ കരുതുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അതൃപ്തി അറിയിച്ചതായാണ് വിവരം. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ബോർഡ് രംഗത്തെത്തിയത്. പരിപാടിയുടെ കണക്കുകളിൽ വ്യക്തത വരുത്താനും വിവാദം എങ്ങനെയെങ്കിലും തണുപ്പിക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ മാസം 17-ന് ചേരുന്ന ബോർഡ് യോഗം വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകൾ തള്ളി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്തു വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് അന്വേഷിക്കേണ്ടതാണെന്നും പ്രശാന്ത് പറയുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി രൂപയാണെന്നും പ്രശാന്ത് പറയുന്നു. 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 കോടി രൂപ കൂടി കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും സംഗമത്തിന്റെ നടത്തിപ്പിനായി അഡ്വാൻസായി എടുത്ത 3 കോടി രൂപ സ്പോൺസർഷിപ്പ് തുക കിട്ടിയതനുസരിച്ച് ഒക്ടോബർ 17 തന്നെ തിരിച്ചടച്ചുവെന്നും ഇതല്ലാതെ 1 രൂപ പോലും ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ലെന്നുമാണ് പ്രശാന്തിന്റെ വാദം.